നമസ്കാരം. ലോകകപ്പ് ഫൈനൽ പോരാട്ടത്തിന് പിന്നാലെ കളിക്കളത്തിലിറങ്ങിയ അനിഷ്ട സംഭവങ്ങളിലും വൻ കയ്യാങ്കളിയിലും അർജന്റീന താരങ്ങൾക്കും പരിശീലകർക്കുമെതിരെ അന്താരാഷ്ട്ര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫ അച്ചടക്ക അന്വേഷണം പ്രഖ്യാപിച്ചു. സ്പാനിഷ് താരങ്ങളെയും പരിശീലകരെയും കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് ഫിഫയുടെ അച്ചടക്ക സമിതി നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ കലാശ പോരാട്ടത്തിൽ അധിക സമയത്തിന്റെ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഏക ഗോളിലാണ് സ്പെയിൻ അർജന്റീനയെ വീഴ്ത്തി തങ്ങളുടെ രണ്ടാമത്തെ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടത്. എന്നാൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അർജന്റീന താരങ്ങൾ പുറത്തെടുത്ത അച്ചടക്കമില്ലായ്മ കളിക്ക് വലിയ കരുനിഴൽ വീഴ്ത്തി. രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ സ്പെയിനിന്റെ പൗ കുബാസിയെ ഫൗൾ ചെയ്തതിന് എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. 2010 ഫൈനലിന് ശേഷം ലോകകപ്പ് ഫൈനലിൽ ചുവപ്പ് കാർഡ് വാങ്ങുന്ന ആദ്യ താരമായി എൻസോ മാറി. മത്സരശേഷം സ്പാനിഷ് താരങ്ങൾ ചരിത്ര വിജയം ആഘോഷിക്കാൻ തുടങ്ങിയതോടെയാണ് അർജന്റീന ക്യാമ്പിൽ നിന്നുള്ള താരങ്ങൾ അക്രമ സ്വഭാവം പുറത്തെടുത്തത്. മത്സരത്തിനിടയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് സ്പാനിഷ് താരം റോഡ്രി സഹതാരങ്ങൾക്കടുത്തേക്ക് ഓടിയെത്തുന്നതിനിടെ അർജന്റീന താരം നഹുവൽ മൊലീന അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്യാനെത്തിയ എറിക് ഗാസിയയുടെ തൊണ്ടയ്ക്ക് അർജന്റീന താരം ലീൻഡ്രോ പാരഡസ് കൈകൊണ്ട് അമർത്തി. വിഷയം ശാന്തമാക്കാൻ ഇടപെട്ട കൗമാര താരം ഗാവിയെ പാരഡസും തിയാഗോ അൽമാഡയും ചേർന്ന് മുഖത്തടിച്ചു നിലത്തേക്ക് തള്ളിയിട്ടു. അർജന്റീന അസിസ്റ്റന്റ് കോച്ച് റോബർട്ടോ അയാല സ്പാനിഷ് മധ്യനിര താരം ജാനി ഓൾമോയെ കൈകാര്യം ചെയ്യുകയും എറിക് ഗാസിയയുടെ കഴുത്തിൽ പിടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം നിക്കോളാസ് ഓറ്റാമെന്റിയും സ്പാനിഷ് താരങ്ങളോട് മോശമായി പെരുമാറി. പിന്നീട് അർജന്റീന പരിശീലകൻ ലിയണൽ സ്കലോണിയും മറ്റ് ഉദ്യോഗസ്ഥരും ഇടപെട്ടാണ് രംഗം തണുപ്പിച്ചത്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ഫിഫ അച്ചടക്ക സമിതി പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. ഫിഫ അച്ചടക്ക കോഡിലെ ആർട്ടിക്കിൾ 36 അനുസരിച്ചാണ് നടപടി. കുറ്റം തെളിഞ്ഞാൽ കളിക്കാർക്ക് അന്താരാഷ്ട്ര വിലക്കും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കനത്ത പിഴയും നേരിടേണ്ടി വരും. കായികരംഗത്തിന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലും ഫെയർ പ്ലേ തത്വങ്ങൾക്ക് വിരുദ്ധമായും പെരുമാറിയെന്ന കുറ്റമാണ് താരങ്ങൾക്കെതിരെ ചുമത്താൻ സാധ്യത. മുൻപ് 2014 ലോകകപ്പിൽ ഇറ്റാലിയൻ താരത്തെ കടിച്ചതിന് ലൂയിസ് വാരസിന് ലഭിച്ച വിലക്കിന് സമാനമായി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും താൽക്കാലികമായി താരങ്ങളെ മാറ്റി നിർത്തുന്ന നടപടിയും ഫിഫയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. മത്സരശേഷം അർജന്റീന കാണിച്ച മോശം പെരുമാറ്റത്തിനെതിരെ പ്രമുഖ മുൻ താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. തോൽവിയുടെ വിഷമം മനസ്സിലാക്കാം, എന്നാൽ തോൽവി മാന്യമായി അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കണം. വച്ചുപൊറിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് അർജന്റീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ അലൻ ഷീറർ വിമർശിച്ചു. അസമയം സംഭവത്തെ ലഘൂകരിച്ച് കാണിക്കാനാണ് അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണി ശ്രമിച്ചത്. ഞങ്ങൾ വിജയത്തിൽ അഹങ്കാരിക്കാറില്ല, അതുപോലെ തോൽവിയും മാന്യമായി അംഗീകരിക്കുന്നു. ഫൈനലിൽ തങ്ങൾ തോറ്റു എന്നത് സത്യമാണത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് സ്കലോണി മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അർജന്റീന ഫുട്ബോൾ ടീം ഇത് ആദ്യമായല്ല ഇത്തരം വിവാദങ്ങളിൽ പെടുന്നത്. 2022 ലോകകപ്പ് വിജയത്തിന് ശേഷം ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് നടത്തിയ അശ്ലീല പ്രകടനങ്ങൾക്കും 2024 കോപ്പ അമേരിക്ക വിജയത്തിന് ശേഷം എൻസോ ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ വംശീയ പരാമർശങ്ങൾക്കും അർജന്റീന അസോസിയേഷൻ നടപടികൾ നേരിട്ടിരുന്നു. കൂടാതെ ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ഫ്ലാഗ്ലാൻഡ്സ് അർജന്റീനയുടേതാണ് എന്ന രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ബാനർ ഉയർത്തിയതിനും അർജന്റീനയ്ക്കെതിരെ ഫിഫ അന്വേഷണം നടന്നുവരികയാണ്. ഇതിന് പിന്നാലെ ഫൈനലിൽ നടന്ന കയ്യേറ്റം കൂടി വന്നതോടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഫിഫയിൽ നിന്നും വലിയ ശിക്ഷാ നടപടികൾ തന്നെ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായി.